നമസ്തേ ഹരിശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ ലളിതാംബികയേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് സ്വാഗതം. പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക. പുലോമജ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണി. ഇന്ദ്രാണിയാൽ പൂജിക്കപ്പെട്ട ആളാണ് ദേവി. ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന ആളാണ് ദേവി. ബർബര അളക, സമൃദ്ധമായി പാറിക്കളിക്കുന്ന ചുരുണ്ട കുറുനിരകളോടുകൂടിയ സമൃദ്ധമായ മുടിയോടുകൂടിയ ദേവി. അടുത്തത് വിമർശരൂപിണി വിദ്യ വിയദാതി ജഗത് പ്രസുഹു. വിമർശം എന്ന് പറയുന്നത് ദേവിയുടെ ഒരു പ്രത്യേക ശക്തിവിശേഷമാണ്. ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്ന ആ ശക്തിവിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത്. വിദ്യാസ്വരൂപിണിയാണ് ദേവി. വിയദാതി ജഗത് പ്രസു. വിയം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശാദി പ്രപഞ്ചവസ്തുക്കളെ പ്രസവിക്കുന്ന പ്രപഞ്ചമാതാവായിട്ടും ദേവിയെ പറയുന്നു. അടുത്തത് സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി. എല്ലാ തരത്തിലുള്ള വ്യാധികളെയും പെട്ടെന്ന് ശമിപ്പിക്കുന്ന ആളാണ് ദേവി. ഏതു തരം മരണത്തിൽ നിന്നും സർവമൃത്യു ഭക്തനെ പരിരക്ഷിക്കുന്നതുമാണ് ദേവി. അടുത്തത് അഗ്രഗണ്യ ചിന്ത്യരൂപ കലികൽമഷനാശിനി. അഗ്രഗണ്യ, എല്ലാറ്റിനും മീതെ പരിഗണിക്കപ്പെടുന്നവൾ. ചിന്തയ്ക്കതീതമായ രൂപത്തോടുകൂടിയ ദേവി. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തവണ്ണമാണ് ദേവിയുടെ ആ ഒരു രൂപം. കലിദോഷങ്ങളെ നശിപ്പിക്കുന്നതും ദേവിയാണ്. അടുത്തത് കാർത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. കാർത്യായനി ദേവി എന്ന് പറയുമ്പോൾ സകല ദേവന്മാരുടെയും തേജസ് ഒന്നായിത്തീർന്ന രൂപം. അത്രയും തേജസ്സുള്ള കാർത്യായനിയായും കാലഹന്ത്രി കാലസംഹാരിണിയായിട്ടും കമലാക്ഷൻ എന്ന് പറയുന്നത് വിഷ്ണുവിനാൽ ആശ്രയിക്കപ്പെടുന്നവളുമായ ദേവി. മഹാവിഷ്ണു മോഹിനി രൂപം എടുത്തിട്ടുണ്ട്. അത്രയും സുന്ദരമാണ് ഈ ദേവിയുടെ രൂപം എന്നാണ് പറയുന്നത്. അടുത്തത് താംബൂലപൂരിതമുഖി ധാഡിമീ കുസുമപ്രഭ. ദേവിയുടെ താംബൂലത്തെപ്പറ്റി ആദ്യം പറഞ്ഞിട്ടുണ്ട്. ദിവ്യമായ താംബൂലം ചവച്ച് ദേവി ആനന്ദത്തിൽ ലയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. സർവ്വദിക്കിലേക്കും നോക്കി ആനന്ദത്തിൽ ലയിച്ചിരിക്കും. ധാഡിമി കുസുമപ്രഭ എന്ന് പറയുന്നത് മാതളപ്പൂവിൻ്റെ ഒരു പ്രത്യേക നിറമുണ്ട്. മാതളപ്പൂവിൻ്റെ കാന്തിയുള്ള ദേവി എന്നാണ് പറയുന്നത്. അടുത്തത് മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഢാനി മിത്രരൂപിണി. മൃഗാക്ഷി എന്ന് പറയുമ്പോൾ മാനിൻ്റെ കണ്ണുകളെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. മാനിൻ്റെ കണ്ണുകളെ പോലെ കറുത്ത് നീണ്ട് നിവർന്ന കണ്ണുകൾ, ഭംഗിയുള്ള കണ്ണുകൾ. മോഹിനി, മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ദേവി. മുഖ്യമായ സ്ഥാനമുള്ള ദേവി. മൃഢാനി, മൃഡൻ ശിവൻ്റെ പത്നിയായിരിക്കുന്ന ദേവി. മിത്രരൂപിണി, എല്ലാവർക്കും മിത്രമായിട്ട് ഇരിക്കുന്ന ദേവി. അടുത്തത് നിത്യതൃപ്ത ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി. നിത്യതൃപ്ത, എപ്പോഴും സന്തുഷ്ടവതിയാണ് ദേവി, തൃപ്തയാണ്. ഭക്തനിധി, ഭക്തന്മാർക്ക് നിധിയായിരിക്കുന്ന ദേവി.
ഭക്തിക്കു മുമ്പിൽ എല്ലാം വാരിക്കോരിക്കൊടുക്കുന്ന ദേവി എന്നർത്ഥം. അതൊരു നിധി തന്നെയാണ്. നിയന്ത്രി, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ദേവി. നിഖിലേശ്വരി, സകലതിൻ്റെയും അധീശ്വരിയായിട്ട് ഇരിക്കുന്ന ദേവി. മൈത്ര്യാദി വാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി. മൈത്രി, കരുണ, സന്തോഷം, ഉപേക്ഷ എന്നീ 4 വാസനകളിലൂടെ ലഭിക്കുന്നതാണ് ദേവി ചൈതന്യം. മഹാപ്രളയത്തിന് സാക്ഷിയായിട്ട് കൂടിയിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ഓം മഹാദേവ്യൈ നമഃ.